ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നേർക്കുനേർ നിന്നു. പ്രതിപക്ഷം സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തി. മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരിലേക്ക് കാര്യങ്ങൾ പോയി. പ്രതിപക്ഷം ഒടുവിൽ സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുണ്ട്. അമൽ, ഇന്നലത്തെ കാര്യങ്ങൾ ഇന്നും തുടരുകയാണ്. ഈ കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരായ നന്ദി പ്രമേയം അതിൽ സഹകരിക്കാതെ BJPയെ സഹായിക്കുന്നു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് വാദങ്ങൾ ഉയർത്താനും ഭരണപക്ഷം തയ്യാറാകുന്നു. എന്തൊക്കെയാണ് സഭയിൽ നടന്നത്? ഇന്നലത്തേതിന് സമാനമായി തന്നെയുള്ള സാഹചര്യമായിരുന്നു സഭയിൽ ഇന്നും ഉണ്ടായത്. സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സഭയിൽ വാച്ച് ആൻഡ് വാർഡുമാരെ പ്രതിപക്ഷ MLA-മാർ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അത് ശരിയല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ സ്പീക്കർ ആ വിഷയത്തിൽ ഇടപെട്ട് ആക്രമിക്കുന്നത് താൻ കണ്ടു എന്നൊരു കാര്യം പറയുക കൂടി ചെയ്തു. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഭരണപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 5 മന്ത്രിമാർക്കാണ് സ്പീക്കർ മൈക്ക് നൽകിയത്. 5 മന്ത്രിമാരും പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചു. വലിയ തോതിലുള്ള വിമർശനം പ്രതിപക്ഷ നേതാവിന് നേരിടേണ്ടി വന്നു. ഇതോടെ പ്രതിപക്ഷാംഗങ്ങളും കൂടുതൽ പ്രകോപിതരായി. സ്പീക്കറുടെ മുഖം മറച്ച ബാനർ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ സ്വർണം കെട്ട ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നെഴുതിയ ബാനർ ഉപയോഗിച്ച് സ്പീക്കറുടെ മുഖം മറച്ചു. പ്ലക്കാർഡുകളും കൈവശമുണ്ടായിരുന്നു. സമാനമായി തന്നെ ഭരണപക്ഷവും പ്ലക്കാർഡുകൾ ഉയർത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. എന്തായാലും വാഗ്വാദങ്ങൾ തുടരുകയാണ്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പുറത്ത് സ്പീക്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷപാതപരമായി സ്പീക്കർ പെരുമാറുന്നു എന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. സ്വന്തമായി സ്പീക്കർക്ക് ഒരു കാര്യങ്ങളിലും നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എന്തായാലും ശബരിമല വിഷയം തന്നെയായിരിക്കും സഭയിലെ ഏറ്റവും പ്രധാന വിഷയം. ഈ വിഷയം ഉയർത്തിക്കാട്ടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി അമൽ.